Welcome to session number 26, semester 6, paper 3, BSc Main Physics Optics. And today's topic is Fraunhofer diffraction by two slits, double slit diffraction. Class number 26, Fraunhofer diffraction by two slits. The single slit diffraction we have studied in detail, that is in two classes. An important essay. The single slit diffraction we have studied and the problems also we have done. And now we see double slit diffraction. This we discuss as a short answer. Short answer also a problem from it. So this is a very small session compared to the previous ones. അപ്പോൾ രണ്ട് സ്ലിറ്റുകളുടെ ഡിഫ്രാക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു സ്ലിറ്റ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ, ടു സ്ലിറ്റ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ഓർ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ഡ്യൂ ടു ഡബിൾ സ്ലിറ്റ്. അപ്പോൾ പടത്തിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ ടു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എന്ന് പറയാം. കൺസിഡർ ടു സ്ലിറ്റ്സ് ഈച്ച് ഓഫ് വിഡ്ത്ത് സ്മോൾ ബി. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി. L is a convex lens. ആ പടത്തിലുണ്ട്. L is a convex lens and P is a point on the screen. Intensity distribution is obtained on the screen. It can be seen that the intensity distribution is a product of the of the single slit diffraction pattern intensity and the two slit interference pattern intensity. പറഞ്ഞതിൻ്റെ മീനിങ് ഇതാണ്. പടം നോക്കി കാണാം. ഇതാണ് ടു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ്റെ ഡയഗ്രാം. പി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ പോയിന്റ് ഓൺ ദി സ്ക്രീനാണ്. ഒരു കോൺവെക്സ് ലെൻസാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എഫ് ഫോക്കൽ എന്നുള്ളത്. ആ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലാണ് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത്. ഇങ്ങോട്ട് മാറ്റി നമ്മൾ ടു സ്ലിറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ് വെച്ചിരിക്കുന്നത്. ടു സ്ലിറ്റ് അറേഞ്ച്മെൻറ്റ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ മുകളിൽ സ്ലിറ്റുണ്ട് എ എന്ന് പറയും, താഴെയുള്ള സ്ലിറ്റിൻ്റെ ബി എന്ന് പറയും. അപ്പോൾ ആ മുകളിലെ സ്ലിറ്റിൻ്റെ വീതിയും താഴെയുള്ള സ്ലിറ്റിൻ്റെ വീതിയും സ്മോൾ ബി ആണ്. അവ തമ്മിലുള്ള സെപ്പറേഷൻ ഡി ആണ്, സ്മോൾ ഡി. അപ്പോൾ സെപ്പറേഷൻ അളക്കുന്നത് സെൻറ്റർ ടു സെൻറ്ററാണ്. ഒന്നാമത്തെ സ്ലിറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ സ്ലിറ്റിൻ്റെ സെൻറ്റർ വരെയാണ് നമ്മൾ ഡിസ്റ്റൻസ് അളക്കുക, ഡി അളക്കുക. ഓരോ സ്ലിറ്റിൻ്റെ വീതി ബി ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്ലിറ്റ് ബിയെ നമ്മൾ അനേകം എൻ നമ്പേഴ്സ്, അനേകം സിംഗിൾ പോയിന്റ് സോഴ്സായിട്ട് വിചാരിക്കും. അനേക എണ്ണം A1 A2 A3 എക്സെട്ര AN. അവിടെ A1 A2 A3 വരെ കാണിച്ചിട്ടുള്ളൂ. താഴെ ഉള്ള സ്ലിറ്റിനെ അനേകം പോയിന്റ് സോഴ്സായിട്ട് ഭാഗിക്കും. B1 B2 B3 എക്സെട്ര എന്ന് ഭാഗിക്കും. അപ്പോൾ ഇവയിൽ നിന്ന് സെക്കൻഡറി വേവ്ലെറ്റുകൾ വരും. സെക്കൻഡറി വേവ്ലെറ്റ് വന്നിട്ട് നമുക്ക് ആ സ്ക്രീനിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാകും. എല്ലാ ലൈറ്റ് റേസിനെയും ഈ ലെൻസ് പിയിലേക്ക് ഫോക്കസ് ചെയ്യും. നമ്മുടെ ഐഡിയ ഇതാണ്. ആ മുകളിൽ കാണുന്ന സ്ലിറ്റ് സിംഗിൾ സ്ലിറ്റാണ്. ആ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കും. നടുക്ക് സെൻട്രൽ ബാൻഡ്, പിന്നെ അരികിലോട്ട് ചെല്ലും തോറും ബ്രൈറ്റ് ബാൻഡ്സ്. ആ ബ്രൈറ്റ് ബാൻഡുകളുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. താഴത്തെ സ്ലിറ്റ് ബിയും അതേപോലെ ഡിഫ്രാക്ഷൻ ബാൻഡ്സ് ഉണ്ടാക്കും സെയിം സ്ക്രീനിൽ. നടുക്ക് സെൻട്രൽ ബാൻഡ്, അരികിലോട്ട് ചെല്ലുന്തോറും പിന്നെ ഇൻറ്റൻസിറ്റി കുറവുള്ള, പീക്കിന് ഹൈറ്റ് കുറവുള്ള ഡിഫ്രാക്ഷൻ മാക്സിമം കിട്ടും. അപ്പം അങ്ങനെ രണ്ട് സ്ലിറ്റും സിംഗിൾ സ്ലിറ്റുകളും അതാതിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ സ്ക്രീനിലുണ്ടാക്കും. അതോടൊപ്പം തന്നെ എയും ബിയും നമുക്ക് രണ്ട് കൊഹറൻസ് സോഴ്സിനെ വിചാരിക്കാം. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ യങ്സ് എക്സ്പെരിമെൻ്റ് പോലെ. അപ്പോൾ എയും ബിയും രണ്ട് കൊഹറൻസ് സോഴ്സിനെ പ്രവർത്തിച്ചാൽ അവ രണ്ടും കൂടി സ്ക്രീനിൽ ഇൻ്റർഫറൻസ് ബാൻഡ്സ് ഉണ്ടാകും. ഇൻ്റർഫറൻസ് ബാൻഡ്സ് എയും ബിയും രണ്ട് കൊഹറൻറ്റ് സോഴ്സാണ്. അവ സ്ക്രീനിൽ ഇൻ്റർഫറൻസ് ബാൻഡ് ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് സ്ലിറ്റുകൾ നിർമ്മിക്കുന്ന ഡിഫ്രാക്ഷൻ ബാൻഡുകളും രണ്ട് സ്ലിറ്റുകളും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഡിഫ്രാക്ഷൻ ബാൻഡുകളും ഈ ടു സ്ലിറ്റ് ഉണ്ടാക്കുന്ന ഇൻ്റർഫറൻസ് ബാൻഡുകൾ എല്ലാം ഒരേ സ്ഥലത്താണ് വരുന്നത്, ഒരേ സ്ക്രീനിലാണ് വരുന്നത്. അപ്പോൾ ഒരു പോയിന്റിലെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിയുടെയും
ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിയുടെയും ഒരു തുകയായിട്ട് വരും. തുകയല്ല, ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റാണ്, ഗുണനഫലം. ഇൻറ്റൻസിറ്റിക്ക് എക്സ്പ്രഷൻ ഉണ്ടല്ലോ. നമ്മൾ പറയും പിന്നെ ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഒരു കോസ്റ്റ് ടൈം എക്സ്പ്രഷനാണ്. കോസ്റ്റ് ടൈം നിങ്ങൾ യങ്സ് എക്സ്പെരിമെൻറ്റ് പഠിച്ചുകൊള്ളുക. അവിടെ 2a cos 2π ലാംഡ ഡെൽറ്റ/2 ഒരു കോസ്റ്റ് ടൈം പഠിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഇൻറ്റൻസിറ്റി ആയി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റി പഠിക്കുമ്പോൾ ഒരു സൈൻ ബീറ്റ, സൈൻ സ്ക്വയർ β/β² എന്നൊക്കെ ഒരു ടൈം പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിക്കും ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിക്കും എഫക്റ്റ് ഉണ്ട്. അപ്പോൾ സ്ക്രീനിൽ സംഭവിക്കുന്നത് ഈ രണ്ട് ഇൻറ്റൻസിറ്റിയുടെയും ഒരു കമ്പൈൻഡ് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പി എന്നുള്ള പോയിന്റ് എടുത്താൽ അവിടെ ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിയുടെ എഫക്റ്റ് കാണും, അതുപോലെ തന്നെ ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിയുടെ എഫക്റ്റ് കാണും. കണ്ടിരിക്കുന്നത് ഒരു പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഈ രണ്ട് ഇൻറ്റൻസിറ്റിയുടെയും, ഏത് രണ്ട്, ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിയുടെയും ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണെന്നാണ്. സമ്മല്ല കേട്ടോ, പ്രോഡക്റ്റ് ഗുണനഫലമാണെന്നാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് ആ സ്റ്റെപ്പ് ഒന്നിട്ട് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പടം നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്നിട്ട് നോക്കുക. Consider two slits each of width small b. They are separated by distances d. L is the convex lens and P is a point on the screen. Intensity distribution is obtained on the screen. It can be seen that the intensity distribution is a product. അതാണ് പോയിന്റ് കേട്ടോ. Intensity distribution is a product of the single slit diffraction pattern intensity and the two slit diffraction pattern intensity. ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിയുടെയും ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിയുടെയും പ്രോഡക്റ്റാണ് സ്ക്രീനിൽ കിട്ടുന്ന റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമുക്ക് അതിനൊരു എക്സ്പ്രഷൻ കൂടി പഠിച്ചിട്ട് ഈ ഷോർട്ട് ആൻസർ നമുക്ക് തീർക്കാവുന്നതാണ്. In the resultant diffraction pattern, due to overlapping of diffraction minima, some orders of interference maxima and will be absent, and these orders are called missing orders in interference maxima. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, മിസ്സിംഗ് ഓർഡേഴ്സ്. അപ്പോൾ അതൊരു ഷോർട്ട് ആൻസറാണ്. വാട്ട് ആർ മിസ്സിംഗ് ഓർഡേഴ്സ് ഇൻ ടു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ? വാട്ട് ആർ മിസ്സിംഗ് ഓർഡേഴ്സ് ഈ ടു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സ്ക്രീനിൽ ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റി ഉണ്ടാകും, ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റി ഉണ്ടാകും, ഇൻ്റർഫറൻസ് ബാൻഡ് ഉണ്ടാകും, ഡിഫ്രാക്ഷൻ ബാൻഡ് ഉണ്ടാകും. എവിടെയെല്ലാം ഡിഫ്രാക്ഷൻ മാക്സിമ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എവിടെയെല്ലാം ഡിഫ്രാക്ഷൻ മിനിമ ഉണ്ട്, അവിടെയുള്ള ഇൻ്റർഫറൻസ് മാക്സിമ കാണാതെ പോകും, അപ്രത്യക്ഷമാകും. എവിടെയെല്ലാം ഡിഫ്രാക്ഷൻ മിനിമം വരും, ആ കർവിൻ്റെ താഴത്തേറ്റ് ഡാർക്ക് ബാൻഡ് വരും. എവിടെയെല്ലാം ഡിഫ്രാക്ഷൻ ബാൻഡ് മിനിമം വരും, അവിടെയുള്ള ഇൻ്റർഫറൻസ് ബാൻഡ്സ് കാണില്ല, അവ നഷ്ടപ്പെടും, കാണാതെ പോകും, മിസ്സിംഗ് ആകും. അത്തരം ഇൻ്റർഫറൻസ് ഓർഡർ സ്പെക്ട്രത്തെ വിളിക്കുന്ന പേരാണ് മിസ്സിംഗ് ഓർഡേഴ്സ്. നിങ്ങൾ നോക്കിയേ, ഇത് റിസൾട്ടൻ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡ്യൂ ടു ഓവർലാപ്പിംഗ് ഓഫ് ഡിഫ്രാക്ഷൻ മിനിമ, സം ഓർഡേഴ്സ് ഓഫ് ഇൻ്റർഫറൻസ് മാക്സിമ വിൽ ബി ആബ്സെൻറ്റ്, and these orders are called missing orders of interference maxima. The question you understand, what are missing orders in two slit diffraction? മിസ്സാകുന്നത് ഇൻ്റർഫറൻസ് മാക്സിമകളാണ്, അല്ലാതെ ഡിഫ്രാക്ഷൻ മാക്സിമകളല്ല. ഇത് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈ ഷോൺ ദ ഗ്രാഫ് നമ്മൾ താഴെ കാണുന്നുണ്ട്. ദി സെൻട്രൽ ഡിഫ്രാക്ഷൻ മാക്സിമം കണ്ടിന്യൂസ് ലൈൻ on either side of the maxima itself split up into interference maxima and minima, dotted line. Other diffraction maxima are also split up into interference maxima and minima. അത് ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. ഇവിടെ ഈ ഗ്രാഫ് നോക്കിയേ, ഇതാണ് ഇൻ്റർഫറൻസ് ഡിഫ്രാക്ഷൻ. അപ്പോൾ അവിടെ ഒരു ഡോട്ടർ ലൈനിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഡോട്ടർ ലൈൻസ് ഇവിടെ ഇല്ല കേട്ടോ. ആ പുറമേ കാണുന്ന ഡിഫ്രാക്ഷൻ കർവാണ് ഡോട്ടർ ലൈൻ പുറമേ കാണുന്നത്. അകത്ത് കാണുന്ന ചെറിയ ചെറിയ പീക്കുകളെ ഇൻ്റർഫറൻസ്. അപ്പോൾ ശരിക്കും ഡിഫ്രാക്ഷനെ ഡോട്ടർ ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞത്. പുറമേ കാണുന്ന
നമ്മൾ നേരത്തെ വരച്ച പടം തന്നെയാണ് ഇത് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ്റെ പടമാണ് വരച്ചിരിക്കുന്നത്. മാക്സിമം മിനിമം മാക്സിമം അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിനകത്താണ് ഇൻ്റർഫറൻസ് മാക്സിമ മിനിമ വരുന്നത്. ഇൻ്റർഫറൻസ് പാറ്റേൺ വരുന്നത് ഡിഫ്രാക്ഷൻ കർവിൻ്റെ അകത്താണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫ്രാക്ഷൻ കർവിനെ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. ഡോട്ടഡ് പുറമേ കാണുന്നത് ഡോട്ടഡ് ആയി വരയ്ക്കുക, അല്ലെങ്കിൽ വേറൊരു മെഷീൻ വരയ്ക്കണം, തിരിച്ചറിയണം. അകത്ത് കാണുന്ന ഫുൾ ലൈനായിട്ട് വരയ്ക്കുക. അപ്പോൾ നോക്കിയേ, നമ്മൾ ആ കർവ് നോക്കുമ്പോഴേ ഡിഫ്രാക്ഷൻ മിനിമം വരുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ഇൻ്റർഫറൻസ് പീക്ക് കാണാനില്ല. നോക്ക്, ഇൻ്റർഫറൻസിൻ്റെ പീക്ക് മാക്സിമം കാണാനില്ല. റൈറ്റിലും ലെഫ്റ്റിലും ഉണ്ട്. എവിടെ ഡിഫ്രാക്ഷൻ മാക്സിമം വരുന്നു അവിടെ ഇവിടെ ഇൻ്റർഫറൻസ് മാക്സിമം കാണാം. അകത്തുള്ളതാണ് ഇൻ്റർഫറൻസ് മാക്സിമം. പുറമേയുള്ള കർവ് ഡിഫ്രാക്ഷൻ കർവാണ്. അപ്പോൾ ഡിഫ്രാക്ഷൻ മിനിമം വരുന്ന സ്ഥലത്ത് ഇൻ്റർഫറൻസ് മാക്സിമം ഇല്ല. അതിനെയാണ് മിസ്സിങ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി എക്സ്പ്രഷൻ നോക്കിക്കുക. ഇൻറ്റൻസിറ്റി എക്സ്പ്രഷൻ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് വ്യത്യാസത്തിൽ എഴുതിയിരിക്കുന്നത് ഇതൊരു ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. 4a² നമ്മളേക്ക് പോലെ സ്മോളായി എഴുതുന്നത്. 4a² sin സ്ക്വയർ β/β² cos² തീറ്റ എന്നാണ് പഠിക്കേണ്ടത്. നമ്മുടെ കോസ് തീറ്റ ആണല്ലോ ഇൻ്റർഫറൻസിൻ്റെ എക്സ്പ്രഷനിൽ വരുന്ന ടേം. സൈൻ ബീറ്റ ആണല്ലോ ഡിഫ്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി വരുന്ന ടേം. അപ്പോൾ അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. ഇവിടെ അതുമായിട്ട് ബന്ധിപ്പിക്കുന്നില്ല. നമ്മളിവിടെ ഈ എക്സ്പ്രഷൻ പഠിച്ചാലും മതി. അപ്പോൾ ടോട്ടൽ ഇൻറ്റൻസിറ്റിയുടെ ഒരു പോയിന്റിലുള്ള ടോട്ടൽ ഇൻറ്റൻസിറ്റി ഇക്വേഷൻ 4a² sin സ്ക്വയർ α/α² cos² β എന്ന് എഴുതിയാൽ മതി. വേറെ ഒന്നും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ആ sin സ്ക്വയർ α/α² എന്ന് പറഞ്ഞാൽ ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിക്ക് ഒപ്പം വരുന്ന ടേമാണ്. cos² β എന്ന് പറഞ്ഞാൽ ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിക്ക് ഒപ്പം വരുന്ന ടേമാണ്. ഇതായിട്ട് ഗുണിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദി ടു ഇൻറ്റൻസിറ്റീസ് എന്ന് പറയുന്നത്. അറ്റ് എ പോയിന്റ് ദ ടോട്ടൽ ഇൻറ്റൻസിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റി ആൻഡ് ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റി. ആൻഡ് അറ്റ് ദ പ്ലേസ് വെയർ ഡിഫ്രാക്ഷൻ മിനിമം ഈസ് കമ്മിങ്, the interference maxima at that place will be absent, and they are called missing orders. The entire pattern may be considered as consisting of interference fringes due to light from two sides, the intensities of these fringes being governed by diffraction occurring at individual cells. അപ്പോൾ രണ്ട് സ്ലിറ്റുകൾ നിർമ്മിക്കുന്ന ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റി അതിൻ്റെ രീതി ഗവേൺ ചെയ്യുന്നത് ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിയാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിയുടെ മിനിമത്തിൽ വരുന്ന ഇൻ്റർഫറൻസ് മാക്സിമകൾ കാണില്ല. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ ടു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റി. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. എസ് ആയിട്ട് അങ്ങനെ ചോദിച്ച് കാണാറില്ല. ഷോർട്ട് ആൻസറാണ് പ്രധാനമായിട്ടും. അപ്പോൾ അത് വാട്ടർ മിസ്സിങ് ഓർഡേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലൈൻ ടു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ, ടു സ്ലിറ്റ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സ്പ്ലൈൻ ദി ടു സ്ലിറ്റ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആൻഡ് ഗീവ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആ പറഞ്ഞ കംപ്ലീറ്റ് ഗ്രാഫ് വരച്ചും കാണിക്കണം. പിന്നെ വാട്ടർ മിസ്സിങ് ഓർഡേഴ്സ് ചോദിക്കുന്നുണ്ട്. വാട്ടർ മിസ്സിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ റിലവൻറ്റ് നോട്ട് ഗ്രാഫ് വരച്ചിട്ട് വേണം പറയാനായിട്ട്. റിലവൻറ്റ് നോട്ട് ആ മിസ്സിങ് ഓർഡേഴ്സ് വരുന്ന പാരഗ്രാഫ് പറഞ്ഞാൽ മതി. ഈ ഒരു പ്രോബ്ലമാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഡെഡ്യൂസ് ദ മിസ്സിങ് ഓർഡേഴ്സ് ഓഫ് ഡബിൾ സ്ലിറ്റ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഇഫ് ദ സ്ലിറ്റ് വിഡ്സ് ആർ 0.16 millimeter and they are separated by 0.8 millimeter apart. അപ്പോൾ രണ്ട് സ്ലിറ്റ് തന്നിരിക്കുകയാണ്. ഓരോ സ്ലിറ്റിൻ്റെ വിടുത്ത് 0.16 millimeter സെപ്പറേഷൻ 0.8 millimeter ആണ്. ഇവിടെ ഉണ്ടാകുന്ന ടു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേണിൽ വാട്ട് ആർ ദി മിസ്സിങ് ഓർഡേഴ്സ്? സോ ഹിയർ ദ സ്ലിറ്റ് വിഡ്ത്ത് ഈസ് 0.16 millimeter. The separation of the two slits is 0.8 millimeter. We obtain diffraction intensity and interference intensity. Find the orders of the missing interference pattern.
അപ്പം അത് നമ്മൾ ആ സ്ലിറ്റിൻ്റെ പടം വരച്ചിട്ട് ഡിയും ബിയും ഒക്കെ എഴുതി നോക്ക്. ഡിയും ബിയും ഒക്കെ എഴുതുന്ന എങ്ങനെയാണ് നോക്ക്. ഈ പടത്തിൽ നോക്കിയിട്ട് ഡിയും ബിയും പറയാൻ പോകും. നോക്കിയാൽ സ്ലിറ്റിൻ്റെ വിടുത്ത് 0.16 മില്ലിമീറ്റർ. ഇപ്പോൾ ഡി എവിഡൻ്റ് ആണല്ലോ, ഡി എവിഡൻ്റ് ആണ്, 0.16 ആണെന്ന് മനസ്സിലായി. പിന്നെ സ്ലിറ്റ് തമ്മിലുള്ള സെപ്പറേഷൻ, ഇവിടെ സ്ലിറ്റ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് 0.8 മില്ലിമീറ്റർ എന്നാണ്. പക്ഷെ അത് അല്ല, സ്ലിറ്റിൻ്റെ വിടുത്ത് ബി കേട്ടോ, ബി ആണ്. ബി എ ബി രണ്ട് സ്ലിറ്റാണ്. സ്ലിറ്റിൻ്റെ വിടുത്ത് ബി ആണ്, സ്മോൾ ബി. പിന്നെ സ്ലിറ്റ് സെപ്പറേഷൻ ഡി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ലിറ്റ് സെപ്പറേഷൻ 0.8 മില്ലിമീറ്റർ ആണ് പറയുന്നത്. ആ 0.8 മില്ലിമീറ്ററിൽ നമ്മൾ ഡി കണ്ടുപിടിക്കണം. ഈ ഡി എന്ന് പറയുന്നത് സ്ലിറ്റ് എയുടെ സെൻറ്റർ മുതൽ സ്ലിറ്റ് ബിയുടെ സെൻറ്റർ വരെയാണ്. അപ്പോൾ എത്ര കിട്ടും ഡി ഒന്ന് കൂട്ടി നോക്കി, എത്ര കിട്ടും ഡി എന്ന് നോക്കി. 0.8 ആണോ? അല്ല, 0.8 വെച്ചാൽ അരികിൽ എന്നുള്ള ആലാണ്. സ്ലിറ്റ് സെൻറ്ററിൽ നിന്ന് ബി സെൻറ്റർ വരെ അളക്കുന്നതാണ് ഡി. അതെങ്ങനെ കൂട്ടുന്നു ഇവിടെ നോക്കുക നിങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടീഷൻ എഴുതും. ദ കണ്ടീഷൻ ഫോർ ഡിഫ്രാക്ഷൻ മിനിമ ബി സൈൻ തീറ്റ ഈസ് എം ലാംഡ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ 1, കണ്ടീഷൻ ഫോർ ഇൻ്റർഫറൻസ് മാക്സിമ ഡി സൈൻ തീറ്റ ഈസ് എൽ ലാംഡ. അപ്പോൾ നോക്കി, the first one is condition for diffraction minima, the second one is condition for interference maxima. Parent equation, we divide b by d is m by n എന്ന് കിട്ടും. b is 0.16 എവിടെയല്ല ആണല്ലോ, മില്ലിമീറ്റർ. 0.16 into 10⁻³ മീറ്റർ. d എന്താണ്? d is അതാണ് നോക്കേണ്ടത്. d is 0.8 plus 0.16. അതെങ്ങനെ മനസ്സിലായി? അതായത് 0.8 ആണ് ആ ഒപ്പേക്കായിട്ടുള്ള സ്ഥലത്തിൻ്റെ വിടുത്ത്. പക്ഷെ നമ്മൾ ഡി അളക്കുന്നത് ഒന്നാമത്തെ സ്ലിറ്റ് സെൻറ്റർ മുതൽ രണ്ടാമത്തെ സ്ലിറ്റ് സെൻറ്റർ വരെയാണ്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ആകുമ്പോഴേ ആ മുകളിലത്തെ സ്ലിറ്റിൻ്റെ പകുതി വിടുത്തോടി കൂട്ടണം, താഴത്തിൻ്റെ പകുതി വിടുത്തോടി കൂട്ടണം. അതിന് പകരം ഒരു ഫുൾ വിടുത്തം കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ 0.8 കൂടെ ഒരു ഫുൾ വിടുത്തായ 0.16 കൂട്ടിയാൽ മതി. അതാണ് ഡി. അപ്പോൾ ഇവിടെ എഴുതി നോക്കൂ, ഡി ഇസ് ഈക്വൽ ടു 0.8 പ്ലസ് 0.16. രണ്ട് സ്ലിറ്റുകളുടെ പകുതി കൂട്ടുന്നതിന് പകരം ഒരു സ്ലിറ്റിൻ്റെ ഫുൾ വിഡ്ത്ത് കൂട്ടിയാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഈച്ച് സ്ലിറ്റ് വി ആഡ് ഫുൾ വിഡ്ത്ത് ഓഫ് എ സ്ലിറ്റ്. സോ ഡി ഇസ് ഈക്വൽ ടു 0.8 പ്ലസ് 0.16 ഇസ് ഈക്വൽ ടു 0.96 millimeter, 0.96 into 10⁻³ meter. Put in the above equation. So b by d equal to m by n. 0.16 into 10⁻³ by 0.96 into 10⁻³ is m by n. അപ്പോൾ താഴെ മുകളിലും വരുന്ന കോൺസ്റ്റൻസ് ക്യാൻസൽ ചെയ്യും. നമുക്ക് കിട്ടുന്നത് 1/6. ആ താഴെ ഒരു 0.16, ആ മുകളിൽ 0.16, താഴെ 0.96. അപ്പോൾ അത് 16,696 എന്നുള്ള ആ പട്ടിക വെച്ച് 1/6 m by എന്ന് കിട്ടും. n is 6m. n is 6m കേട്ടോ. 6m എന്നാണ്, 6 മീറ്റർ എന്നല്ല, 6m. m എന്നുള്ള ഡിഫ്രാക്ഷൻ ഓർഡറാണ്, n എന്നുള്ളത് ഇൻ്റർഫറൻസ് ഓർഡറാണ്, മിസ്സിംഗ് ഓർഡറാണ്. അപ്പോൾ ഇനി 6m എന്ന് പറഞ്ഞാൽ 6m. അത് കയറി മീറ്റർ എന്ന് വായിച്ചേക്കരുത്, അത് നമ്പറാണത്. If m is equal to 1, put the value there. If m is equal to 1, that is, if diffraction order is 1, then n is 6. Interference order is 6. That is missing. If m is equal to 2, then n is equal to 12. That is also missing. Here we write m. M is the number of missing, number of diffraction minima. At that place, interference maximum will be absent, missing. So if m is 1, n is 6 from the above equation. If m is 2, n is 12 from the above equation. If m is 3, n is 18, etc. So 2, 6, 12, 18, etc. interference orders are missing, and that we write in a sentence. Therefore, missing interference orders are 6, 12, 18, etc. 6, 12, 18, etc. This will be 24. 6 into 4, 24.
In that manner, it will go. So these are the missing orders. Missing orders of interference maxima. And that is all with your 26th lecture on optics. Thank you very much.